ഒരു ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം സവാള, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ പഴുത്ത ഒരു ചെറിയ തക്കാളിയുടെ ചെറിയൊരു കഷ്ണം മാത്രം അതും അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് കലക്കിയെടുക്കാം. ഇനി ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്ത് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഈ മുട്ടയുടെ കൂട്ട് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതൊരു 1/4 ഭാഗം വേവായി കഴിയുമ്പം ഇതുപോലെ വേവിച്ച് വെച്ചിട്ടുള്ള നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ടോപ്പ് രാമിനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നൂഡിൽസ് ഏത് വേണമെങ്കിലും എടുക്കാം. അതിൽ ആ മസാലപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചെടുത്തിട്ടുള്ള നൂഡിൽസാണ്. അത് ഈ രീതിയിൽ ഈ മുട്ടയുടെ പുറത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് നന്നായിട്ടൊന്ന് അമർത്തി ആ മുട്ടയുടെ പുറത്തൊന്ന് ചേർത്ത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയ ശേഷം ഇത് നമുക്കിങ്ങനെ ഒന്ന് മടക്കിയെടുക്കാം. ഇനി നൂഡിൽസ് വാങ്ങുമ്പം ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. നല്ലൊരു ഐറ്റമാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും കഴിക്കാൻ പറ്റിയതാണ്. ഈ രീതിയിലൊന്ന് വ്യത്യസ്തമായ രീതിയിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഏത് നൂഡിൽസ് വെച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. മാഗി വെച്ചോ ടോപ്പ് രാമൻ വെച്ചോ ഏത് വെച്ച് വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാനിപ്പോൾ ടോപ്പ് രാമനാണ് എടുത്തിട്ടുള്ളത്. ഈ രീതിയിൽ ഇങ്ങനെ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇതിലൊരു 2 കഷ്ണം മാത്രം മതി നമുക്ക് വയറ് നിറയാനായിട്ട്. താങ്ക്